ഹലോ കുട്ടികളെ, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ ഈ പലർക്കും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഞാൻ ഓൾറെഡി ജെയ് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ചിലരാണെങ്കിൽ നീറ്റിന് എഴുതുന്നുണ്ടാവും, ബയോമാക്സ് ആണെങ്കിൽ നീറ്റ് എഴുതുന്നുണ്ടാവും, അതേപോലെ തന്നെ കീമിനെ കുറിച്ച് വലുതായിട്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. അതോടൊപ്പം ബോർഡ് എക്സാമും ഉണ്ടല്ലേ, പിന്നെ കീം. അപ്പോൾ ഈ മെയിനായിട്ട് ഈ 4 എക്സാമാണ് നമുക്ക്. ഇതോടൊപ്പം നമുക്ക് ക്യുസാറ്റ് ഉണ്ടാവും. ഇപ്പം ബയോമാക്സ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയൊക്കെ പഠിക്കുന്നവരാണെങ്കിലും അവർ മിക്കവാറും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാനാണെങ്കിൽ അവർ ജെ എഴുതുന്നുണ്ടാവും. അതേപോലെ തന്നെ കീം എഴുതണമെന്നുണ്ടാവും. കീം എഴുതണം, ഞാൻ പറയുന്നത് ജെ ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഒരുപക്ഷെ എല്ലാവരും ഫസ്റ്റ് ഇയറിൽ കയറാൻ നേരത്ത് എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് IIT മദ്രാസിൽ കിട്ടണമെന്നായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എവരിബഡി. ബി പ്രാക്ടിക്കൽ. നിങ്ങൾ എന്തുമാത്രമൊക്കെ പഠിച്ചാലും നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതനുസരിച്ച് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ, നമ്മൾ എന്തുമാത്രം പഠിച്ചാലും ചിലപ്പം പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസാണ് എല്ലാം കമ്പാരിറ്റീവ്ലി ലെസ് കോമ്പറ്റേറ്റീവ് ആണ് കീം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിമ്പിൾ ഓൾസോ. ബട്ട് കീമിനാണെങ്കിൽ പോലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പിന്നെ ക്യുസാറ്റ് ഉണ്ട്, VIT ഉണ്ട്, അമൃതയുണ്ട്. സോ ഓരോരുത്തരും അവരവരുടേതായ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാറുണ്ട്. ബട്ട് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം NCERTC സിലബസ് ആണ്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ സിലബസ് എന്തായാലും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പഠിക്കാനുള്ളത് കോൺസെപ്റ്റ്സ് ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് എക്സാമിന് പഠിച്ചാലും ആ കോൺസെപ്റ്റ്, ഫിസിക്സ് എല്ലാവർക്കും കോമൺ ആണല്ലോ, ഫിസിക്സ് എന്തായാലും എല്ലാവർക്കും പഠിച്ചേ പറ്റും. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ നീറ്റ് ആണോ JEE ആണോ എന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇറ്റ് സെയിം ഫോർ എവരിബഡി. അത് രണ്ടും നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പോൾ ഈ പഠിക്കുന്നതൊക്കെ ആണെങ്കിൽ ഓരോരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോഴും ഒരു ചാപ്റ്ററിനകത്ത് 4, 5, 6 കോൺസെപ്റ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തല്ലേ കുറേ ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ കുറച്ചൊക്കെ ആ സിക്വേഷൻ സെയിം വന്നാൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയൊരു വേരിയേഷൻ വന്നാലോ കുറച്ച് ഇൻഡെപ്റ്റായിട്ട് ചോദിച്ചാലോ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ബെറ്റർ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ അതെങ്ങനെ വന്നു, ആ ഇക്വേഷൻസ് എങ്ങനെ ഡെറൈവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ ഡെറിവേഷനിൽ ഈ പറഞ്ഞവർ എന്തെങ്കിലും മാറ്റവും ഒക്കെ വരുത്തിയിട്ടാണ് ഇവർ ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഫിസിക്കലായിട്ടൊരു കാര്യത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം +1 ടോപ്പിക്സ് ഒക്കെ നമുക്ക് കുറച്ച് വലിയ സാധനങ്ങളും വലിയ മാസീവായിട്ടുള്ള സാധനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബട്ട് +2 വരുമ്പോഴത്തേക്കും എല്ലാം മൈന്യൂട്ട് സാധനങ്ങളൊക്കെയാണ്. അപ്പം പറ്റാവുന്നിടത്തോളം കാര്യങ്ങൾ ഫിസിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഫിസിക്കലി തന്നെ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മാത്തമാറ്റിക്സിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബേസിക്കലി നമുക്കത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിലുള്ളത് സെയിം ആണ്. അതുകൊണ്ട് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത്, മെയിൻ ബേസിക് ടേംസ് എന്തൊക്കെയാണ് ഡെഫിനിഷൻസ്, അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്, ഒരു പേജിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടേതായ ഭാഷയിൽ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു പേജിൽ എഴുതാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മളുടെ കയ്യിൽ വേണം. അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇതിൽ മനസ്സിലായി നിങ്ങളുടേതായ ഭാഷയിൽ. ഇംഗ്ലീഷ് വേണമെന്നൊന്നുമില്ല, ഇംഗ്ലീഷും മലയാളവും ഇടകലർത്തി ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് എന്താണ് മനസ്സിലായത് അതൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് പേജിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അതിനകത്തുനിന്ന് വന്ന ബേസിക് ഇക്വേഷൻ. ഈ 2 കാര്യങ്ങൾ നമുക്കുണ്ടായാൽ മാത്രം മതി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എവരിഡേ, നിങ്ങൾക്ക് ഇനി എത്ര ദിവസം ഉണ്ടാകും, സെക്കൻഡ് ഇയറിലുള്ള കുട്ടികളാണെങ്കിൽ യു ഹാവ് വെരി ലിറ്റിൽ ടൈം. ഫോർ JEEക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇനി എനിക്കൊന്ന് ജനുവരിയിലാകുമ്പോഴേക്കും ഇറ്റ്സ് ഓൺലി 6 months പോലും ഇല്ല. സോ ആ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് പഠിച്ചേ വരും. ഒരു പോമോഡോറോ ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പോമോഡോറോ ടെക്നിക്ക് വെച്ചാൽ ഒരു 25 minutes ഓരോരോ കുഞ്ഞ് ബ്ലോക്കായിട്ട് നമ്മൾ ടൈമിനെ ഡിവൈഡ് ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാ സാധാരണ ടൈം ടേബിൾ എങ്ങനെയാണ്, ഞാൻ 6 മണിക്ക് എഴുന്നേക്കുന്നു, 6 തൊട്ട് 7 വരെ ഞാൻ പഠിക്കുന്നു, 7 തൊട്ട് 8 വരെ ഫിസിക്സ്, അല്ലെങ്കിൽ 8 തൊട്ട് 9 വരെ മാത്തമാറ്റിക്സ്, അങ്ങനെ ഒരു റൊട്ടീൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോറടിക്കും. പകരം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പോമോഡോറോ ഒരു 30 minutes ഉള്ള ഒരു ചെറിയ ബ്ലോക്സ് ആയിട്ട് നമ്മൾ ടൈമിനെ ഡിവൈഡ് ചെയ്യുക. 25/5. അത് ഈ 25 minutes ഞാൻ പഠിക്കുന്നു ഏതെങ്കിലും ഒരു ടോപ്പിക്. ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ ഫിസിക്സ് വേവ്സ് ഞാൻ 25 minutes തിയറി എല്ലാം പഠിക്കുന്നു. ഓക്കെ, 5 minutes ഞാൻ ഇച്ചിരി ഒന്ന് റിലാക്സ് ചെയ്യുന്നു. 5 minutes ഞാൻ ബ്രേക്ക് എടുക്കുന്നു. തിരിഞ്ഞു പോകരുത്. ബ്രേക്ക് 25ഉം പഠിക്കുന്ന 5 minutes ആക്കരുത്. ബട്ട് നിങ്ങൾ 25 minutes പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. 25 minutes പഠിക്കുക. പക്ഷേ അത് ഇന്ന ടൈമെന്നൊന്നും വേണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ, എപ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, എപ്പോഴാണോ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പം ഇതൊരു ബ്ലോക്കാണ്. ദിസ് ഈസ് 1 block. ഒരു ബ്ലോക്ക്. അപ്പോൾ ഒരു ബ്ലോക്ക് ഞാൻ 25/5 വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക്. ആ 5 എന്ന് പറയുന്ന മിനിറ്റ്സ് ചുമ്മാ മൊബൈലിൽ നമ്മൾ റീൽസ് കാണുമോ അങ്ങനെ നോക്കുമൊന്നുമല്ല. ഫിസിക്കലി നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇച്ചിരി നല്ല വെളിച്ചവും നല്ല വായുവും ഒക്കെ ശ്വസിച്ചിട്ട് ഒന്ന് കറങ്ങി തിരിച്ച് വരണം.
ആ 5 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ച് വരണം. ഒന്ന് ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് കൈയും കാലുമൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറിയ സ്നാക്സായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നട്ട്സോ, ബെറ്റർ ടു ടേക്ക് നട്ട്സ്. നമ്മളെപ്പോഴും നമ്മളുടെ ബോഡി കെയർ ചെയ്യണം, എന്നാൽ മാത്രമേ തിരിച്ച് ബോഡിയും നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ടു ടേക്ക് ദിസ് നട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഒരു ചെറിയ പഴമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ, അധികം മധുരമൊന്നും ഇല്ലാത്ത ഫ്രൂട്ട് ജ്യൂസോ ഒക്കെ കഴിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരാം. അപ്പം ഓറഞ്ച് ജ്യൂസൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട് ജ്യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് ഉറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഹൈലി ഓയിലായിട്ടുള്ള സാധനങ്ങൾ, കാരണം അതെന്താ വെച്ചാൽ ബോഡിക്ക് അത്രയും എനർജി ആവശ്യമുണ്ട്. നിങ്ങൾ ഓൾറെഡി നീറ്റൊക്കെ പഠിക്കുന്ന ആൾക്കാരെങ്കിൽ യു നോ എവറിത്തിങ് അബൌട്ട് യുവർ ബയോളജി. സോ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഭയങ്കര വറുത്തതും പൊരിച്ചതും ഓയിലി ആയിട്ടുള്ള ഹെവി ഫുഡ് കഴിക്കരുത്. ബാക്കി വയറ് നിറച്ച് കഴിച്ചോ, ബട്ട് ഓയിൽ കുറച്ചിട്ടുള്ള ഫുഡാണെങ്കിൽ നമ്മൾ എത്ര നിറച്ച് കഴിച്ചാലും നമുക്ക് അധികം ഉറക്കം വരത്തില്ല. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊരു ബ്ലോക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കുക, ഫിസിക്സിന് വേണ്ടി ഞാൻ ഒരു പോമോഡോറോ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്നതാണ് ഫിസിക്സ്. പിന്നെ കെമിസ്ട്രിക്ക് വേണ്ടി ഞാൻ ഒരു പോമോഡോറോ, ദെൻ മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതിന് വേണ്ടി മാത്സിന് വേണ്ടി ഞാൻ ഒരു പോമോഡോറോ. അപ്പം ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 എണ്ണത്തിന്, ഇപ്പം ബയോളജി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മാത്സിന് പകരം ബയോളജിക്ക് വേണ്ടിയിട്ട് ഞാനൊരു. അപ്പോൾ ഇങ്ങനെ 3 പോമോഡോറോ ഉറപ്പായിട്ട് നമ്മൾ ഒരു ദിവസം ചെയ്യുമെന്ന് കരുതുക. അതിനുശേഷം ഒരു 1 hour ഞാൻ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അപ്പം ഇങ്ങനൊരു നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫിസിക്സിന് ഒരു പോമോഡോറോ ചെയ്തു. അതിപ്പോൾ എപ്പോഴാണെന്നൊന്നും സമയമില്ല. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയമാണ്. സ്കൂളിൽ പോയി പഠിക്കുന്നത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത്. അവിടെ പോയി നമ്മൾ സ്വന്തമായി പഠിക്കുകയല്ല. അവിടെ ടീച്ചേഴ്സ് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ പഠിക്കലൊന്നും നടക്കുന്നില്ല. നമ്മൾ ഓൺ പഠിക്കൽ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു പോമോഡോറോ ഞാൻ എന്തായാലും ഫിസിക്സ് ചെയ്യും, ഒരു പോമോഡോറോ കെമിസ്ട്രി ചെയ്യും, ഒരു പോമോഡോറോ മാത്സ് അല്ലെങ്കിൽ ബയോളജി ചെയ്യും. അത് ഉറപ്പിക്കുക. അതിനുശേഷം ഗ്രാജുവലി നെക്സ്റ്റ് ഡേ നിങ്ങൾ ഈ ഒരു പോമോഡോറോ എന്നുള്ളത് 2 ആക്കുക, അങ്ങനെ 3 ആക്കുക. അങ്ങനെ നിങ്ങൾ 5, 6, 7, 8 അങ്ങനെ നമ്പർ ഓഫ് പോമോഡോറോസ് കൂട്ടുക. കറക്റ്റ് ഒരു ഫിക്സഡ് ടൈം ടേബിൾ ആയിട്ട് വെക്കാതെ, നിങ്ങളൊക്കെ അറിയാം രാവിലെ ഞാനൊരു 6 മണിക്ക് എഴുന്നേക്കും, 6 തൊട്ട് 8 വരെ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അത് ഡിഫറെൻറ്റ് പോമോഡോറയിലൂടെ നിങ്ങൾ അങ്ങ് കവർ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം നിങ്ങളിലേക്ക് ഞാനൊരു ദിവസം ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും ഞാനൊരു 2 പോമോഡോറോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഓർ ബയോളജി ഞാൻ 2 പോമോഡോറോ ഈ ദിവസം തീർക്കും, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ സബ്ജക്ട്സും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ടൈമിൽ അത് കഴിഞ്ഞിട്ടേ കിടക്കാവുള്ളൂ. അങ്ങനെ നമ്മൾ പോമോഡോറോ വെച്ച് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കങ്ങ് ബോറടിക്കത്തില്ല. മണിക്കൂറുകളോളം ഒരെണ്ണം വെച്ച് നമ്മൾ ആലോചിച്ചിരിക്കത്തില്ല. പിന്നെ നോക്കേണ്ടത് ഒരു 1 hour നമ്മൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് എന്തിൻ്റെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത് കീമാണ്. കീം ഈസ് ഓൾസോ, കാരണം ജെഇ 2-3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ കാര്യം, ജെഇ അല്ലെങ്കിൽ നീറ്റൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ജെഇ മെയിനായിട്ട് ബോർഡ് എക്സാമിന് മിനിമം 75% മാർക്ക് വേണം. 70 to 75 ഡിപ്പെൻഡ്സ് ഓൺ ഓരോ പ്രാവശ്യം നെക്സ്റ്റ് ടൈം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്രാവശ്യം ബേസിക്കലി CBSEക്കാർക്ക് ഒരുപാട് നമുക്കറിയത്തില്ല എങ്ങനെ ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ടയ്ക്ക് നിൽക്കരുത്. നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ബോർഡ് എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക. കാരണം നമുക്ക് ചിലപ്പോൾ ആൻസർ അറിയായിരിക്കും, പക്ഷേ ബോർഡിൽ അങ്ങനെയല്ല. ബോർഡ് എക്സാമിന് എങ്ങനെയാണ് എഴുതേണ്ടത്? സ്റ്റെപ്പ് ബൈ കാര്യങ്ങൾ എഴുതി വിശദീകരിച്ച് എഴുതണം. എന്നാൽ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ലാസ്റ്റ് നമ്മളിപ്പം ജെഇക്കൊക്കെ എഴുതുന്ന പോലെ മനക്കണക്ക് കൂട്ടി ടക്കടക്കേന്ന് എഴുതി ആൻസർ മേ ബി കറക്റ്റ്, പക്ഷേ അവർക്ക് സ്റ്റെപ്സ് വേണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ഈ 75% കുറഞ്ഞു പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആ രീതിയിൽ ഒരിക്കലും വരരുത്. അതുകൊണ്ട് ബി കെയർഫുൾ അബൌട്ട് ബോർഡിൽ നിങ്ങളുടെ ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾ അത്ര ബോധമൊന്നും ആവണ്ട. അത് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ലാസ്റ്റൊക്കെ പഠിച്ചും, അല്ലാതെ അത്യാവശ്യം നിങ്ങൾക്ക് കഥയൊക്കെ അറിയാമല്ലോ, മിക്കവാറും കഥകളും ഒക്കെ ആയിരിക്കും. അപ്പം അതെങ്ങനെയെങ്കിലുമൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ബട്ട് ഈ 3 ഫിസിക്സും കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. ബയോളജി കുട്ടികൾക്ക് എന്തായാലും 75 അതൊരു പ്രശ്നമല്ല അവർക്ക്. ബട്ട് കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ഉറപ്പായിട്ട് നിങ്ങൾ 75% കിട്ടുന്നതെന്ന് വിചാരിച്ച് തന്നെ എഴുതണം. കാരണം ഇപ്രാവശ്യം പലർക്കും 90% CBSE കിട്ടണമെന്ന് വിചാരിച്ച കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ 80 ഉള്ളൂ. 80 കിട്ടുന്ന പ്രതീക്ഷിച്ച കുട്ടികൾക്കൊക്കെ ഒരുമാതിരി 70 റേഞ്ചിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ CBSEയിൽ ഇനിയുള്ള വാല്യുവേഷനൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ റീവാലുവേഷൻ കൊടുക്കണം, അതൊക്കെ നമ്മുടെ മാനസിക സംഘർഷമൊക്കെ പെരുത്തും. അതുകൊണ്ട് നിങ്ങൾ ബോർഡിൽ നിന്ന് നന്നായി പഠിക്കുക, അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസും ചെയ്യുക. പിന്നെ എല്ലാ ബോർഡ് എക്സാമിനാണെങ്കിലും നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, അത് ചെയ്യാൻ ശ്രമിക്കുക ബോർഡിൻ്റെ രീതിയിൽ.
നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ മാക്സിമം നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ സ്പീഡിൽ എഴുതാൻ പറ്റും. കാരണം പലർക്കും ഇപ്പം 3 അവറുള്ള എക്സാം ആണെങ്കിൽ പലർക്കും 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതി ഒന്നും ശീലമില്ല, കുറച്ച് കഴിയുമ്പോൾ കൈ കഴയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അതുമൊക്കെ നമ്മൾ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ എഴുതി പഠിക്കണം. അതുപോലെ തന്നെയാണ് ബോർഡൊപ്പം ബി കെയർഫുൾ. പിന്നെ ജെയുടെ കേസാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 75ൻ്റെ കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ ഏറ്റവും സിമ്പിളാണെന്ന് നിങ്ങൾ ഇത് രണ്ടും പഠിച്ചാലും നിങ്ങൾ ബയോമാക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നീറ്റ് കുട്ടികളും ഉറപ്പായിട്ട് കീം എഴുതണം. കാരണം ഞാൻ പറഞ്ഞ പോലെ 22 lakhs-ഓളം കുട്ടികളാണ് നീറ്റ് എഴുതുന്നത്, ജെ എഴുതുന്നത് 16 ലക്ഷം. ഇതിനകത്തൊക്കെ 1 ലക്ഷത്തിൽ താഴെയാണ് എല്ലായിടത്തും സീറ്റുകൾ ഉള്ളത്. ഗവൺമെൻറ് സീറ്റ് ആണെങ്കിൽ അതിലും താഴെയാണ്. അപ്പോൾ കിട്ടാനുള്ള പെർസെൻറ്റേജ് ഈസ് വെരി വെരി ലെസ്. അതുകൊണ്ട് നിങ്ങൾ കീം ഉറപ്പായിട്ട് എഴുതണം. കീം എഴുതാന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും ഞാൻ ജെ അല്ലേ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. ബട്ട് കീം എക്സാമിന് വരുമ്പം ജെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പലർക്കും കീമിന് വളരെ റാങ്ക് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവർ ആ എക്സാം എഴുതി ശീലിച്ചിട്ടില്ല. കീം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് ടൈം വളരെ കുറച്ചേ ഉള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫുൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും പിള്ളേരങ്ങ് ലാഗ് ചെയ്ത് പോയി അറിയാവുന്ന കുറേ എണ്ണം ചിലപ്പോൾ ചില കേസ് എന്താ വെച്ചാൽ വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻസ് എങ്കിലും ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും. അത് ആരുടെയും കുറ്റമല്ല, അത് ചെയ്ത് പഠിക്കാത്തത് കൊണ്ടും അത്ര സിംപ്ലിഫൈ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കീമിന് വേണ്ടി പ്രത്യേകം പഠിക്കുകയൊന്നും വേണ്ട. ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സിലബസ് ഫോർ ബോർഡ് എക്സാമിനും നീറ്റിനും ജെയ്ക്കും ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് തന്നെയാണ്. ബട്ട് യു ഹാവ് ടു റൈറ്റ് ദിസ് എക്സാം. കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പം ഞങ്ങളെല്ലാം ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുക, നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ഇതിൻ്റെ കീമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ചെയ്താലും മതി. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക് ടു അതിന്. ഇപ്പം ഞങ്ങളുടെ തന്നെ കാണുമതിൽ ആരെ വേണമെങ്കിലും ആ ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓഫ് കോഴ്സ് കീം എഴുതാൻ പറ്റും. ഇനി കീമിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കീം വളരെ ഈസി ആയിട്ട് വിചാരിക്കരുത്. കാരണം നിങ്ങൾ കീമിന് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കീം ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു പീപ്പിൾ. നീറ്റൊക്കെ പഠിക്കുന്നവർക്കാണ് കീം സിമ്പിൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നത്. ബട്ട് കീമിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കീം ഈസ് ഓൾസോ ഡിഫിക്കൽട്ട്. കാരണം യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് ദീസ് പീപ്പിൾ. അവർ 3, 4, 10, 12 മണിക്കൂർ ഒരു ദിവസം പഠിച്ചിട്ടാണ് അവർ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് അതുകൊണ്ട് അവർക്ക് അത്രയും പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഇൻഡെപ്തായിട്ട് നോളജ് ഇതിലുണ്ടാകും. അതുകൊണ്ട് യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത് ദീസ് പീപ്പിൾ. കാരണം എല്ലാവർക്കും അതൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ ദേ വിൽ ഓൾസോ കം ടു കീമിൽ നല്ല ഹൈ റാങ്ക് വേണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ, നോട്ട് പ്രിപ്പയർ ഫോർ ദീസ് ഇതിനൊന്നും പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികൾ ഉറപ്പായിട്ട് തന്നെ ആദ്യം മുതലേ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ ഉള്ളത് നിങ്ങൾ ഈ പറഞ്ഞ ജെയിലും നീറ്റിലും ഒക്കെ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഒക്കെ മിക്കവാറും ഇടുന്നത് നീറ്റിൻ്റെ നമ്മുടെ കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു പോർഷനോ അതൊക്കെ തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ക്യുസാറ്റിൽ കുറേ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കാറ്റടിക്കുന്നു, അപ്പം ഈ ഹ്യൂമിഡിറ്റി ഉള്ള കാറ്റ്, അതായത് മഴയുള്ള സമയത്തെ കാറ്റിനാണോ വെലോസിറ്റി കൂടുതൽ, അതോ മഴ ഇല്ലാത്തപ്പോഴത്തെയാണോ? അപ്പോൾ ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മഴയില്ലാത്തപ്പോഴത്തെ കാറ്റിനായിരിക്കും വെലോസിറ്റി കൂടുതലെന്ന്. ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതായത് മഴയുള്ളപ്പോഴത്തെ കാറ്റിനാണ് വെലോസിറ്റി കൂടുതൽ. കാരണം മഴയുള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ഡെൻസിറ്റി മഴ വിത്ത് വാട്ടർ ഡ്രോപ്സിൻ്റെ ഡെൻസിറ്റിയേക്കാളും കൂടുതലാണ് ആക്ച്വലി ഇതിൻ്റെ നമ്മുടെ എയർ ഡ്രോപ്സിൻ്റെ ഡെൻസിറ്റി വരുന്നത് ആ കേസിൽ. നമ്മളുടെ ഇത് അന്തരീക്ഷത്തിലുള്ള എയറിൻ്റെ. സോ അത് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു അവർ വെലോസിറ്റി. അപ്പോൾ അതുകൊണ്ട് അത് മഴയുള്ള സമയത്തെ കാറ്റിനായിരിക്കും വെലോസിറ്റി കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്യുസാറ്റിലൊക്കെ വരുന്നത്. സോ അത് കുറച്ചുകൂടെ നമ്മൾ ചിന്തിച്ചാലൊക്കെ കിട്ടത്തുള്ളൂ. ബട്ട് എങ്കിലും കുറേ ക്വസ്റ്റ്യൻസ് നോർമലി ക്വസ്റ്റ്യൻസൊക്കെ കീമിനേക്കാൾ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്യുസാറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ക്യുസാറ്റിലെ ക്വസ്റ്റ്യൻസും കൂടെയൊക്കെ പ്രീവിയസ് ഇയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കീം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. കാരണം അത്രയും ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ കീമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ. കാരണം ഈ പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം ഈ നമ്മൾ ഒഴിവാക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാതെ എല്ലാ ചാപ്റ്ററിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. സോ ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ടൈം കറക്റ്റ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കാം. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ മോർണിംഗ് ഞാനൊരു 6 to 8 പഠിക്കും. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈവനിങ്ങിൽ ഞാൻ ഇതുപോലെ തന്നെ വൈകുന്നേരം വന്നിട്ട് ഒരു 6 to 10 പഠിക്കും.
അപ്പോൾ ഇത്രയാണ് ദിവസം ഞാൻ ഇവിടെ ഒരു 2 hours, ഇവിടെ ഒരു 4 മണിക്കൂർ, ഇത്രയും 4, 2, 6 മണിക്കൂർ ഞാൻ ഒരു ദിവസം പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇതൊരു നിങ്ങൾക്കൊരു ബ്രോഡ് ഐഡിയ ഉണ്ടാവും. അപ്പം ഇന്ന് ഞാൻ എഴുന്നേറ്റ് ഈ ഒരു 6 to 8 നമ്മൾ പല പോമോഡോറോ ആയിട്ട് വിഘടിപ്പിക്കുക. അപ്പോൾ ഏത് സബ്ജക്റ്റാണ്, ഇപ്പോൾ ചില ദിവസം എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ മൂടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു പോമോഡോറയിലും കൂടെ ചിലപ്പോൾ ഫിസിക്സ് ഞാൻ കവർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എക്സാം വന്നപ്പോൾ ഫുൾ പോമോഡോറോ ഞാൻ എന്താക്കി, ഫിസിക്സ് ആക്കി. അപ്പം നമ്മളെ പോമോഡോറോ കവറായി. അപ്പം എന്തൊക്കെ സംഭവിച്ചാലും ഇതെല്ലാം കൂടെ 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂർ വെച്ചാൽ 12 പോമോഡോറോ നമുക്ക് കിട്ടും. 12 പോമോഡോറോ നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എത്ര കിട്ടി, 3 സബ്ജക്റ്റില്ലേ, അപ്പം 4 വെച്ചിട്ട് നമുക്ക് ഓരോന്നിനും കിട്ടും. അത് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ആലോചിക്കുക. എനിക്ക് 4 പോമോഡോറോ എന്തായാലും ഞാൻ ഫിസിക്സ് ചെയ്തിരിക്കും. അതിപ്പോൾ രാവിലെ ആവാം, വൈകുന്നേരമായി, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആവാം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ ഞാൻ തിരിച്ച് വേഗം വീട്ടിലേക്ക് വന്നു, അങ്ങനെയാണെങ്കിൽ അതിനിടയ്ക്ക് വേണമെങ്കിലും കവർ ചെയ്യാം. ബട്ട് ഈ 4 ഫിസിക്സ് പോമോഡോറോ ഞാൻ എന്തായാലും ചെയ്തിരിക്കും, 4 കെമിസ്ട്രി പോമോഡോറോ ചെയ്തിരിക്കും, 4 മാത്സ് അല്ലെങ്കിൽ ബയോ പോമോഡോറോ ചെയ്തിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ 25 minutes ആയതുകൊണ്ട് അത് നമുക്കധികം ബോറടിക്കത്തുമില്ല, നമ്മൾ പഠിക്കുന്നു. നിങ്ങൾ മൊബൈലിൽ കുത്തി നോക്കരുത്, ഒന്ന് ഫിസിക്കലി ഒന്ന് എഴുന്നേറ്റ് നടക്കുക, ഇരിക്കുന്നിടത്തൊന്ന് എഴുന്നേറ്റ്, ആ പൊസിഷനിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് നടക്കുക, ജസ്റ്റ് വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കുക, തിരിച്ച് വന്ന് 5 minutesനകം തിരിച്ച് വരിക എന്നുള്ളൊരു പോളിസിയും കൂടെ ഉണ്ടാക്കുക. ഈ 2 കാര്യങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ വീക്കെൻഡ്സിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടുമ്പോഴത്തേക്കും ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ടുള്ള ടൈം നമ്മൾ എടുക്കുക. ഓരോന്നിൻ്റെ ബോർഡിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിങ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അറിയാത്തതും നിങ്ങൾ ഉപേക്ഷിക്കരുത്, ജസ്റ്റ് വായിക്കാം, ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുമ്പം നമുക്ക് അത് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ വരും. കാരണം എനിക്കറിയാലോ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സാധനം കണ്ടിട്ടുണ്ട്, എവിടെയാണോ എങ്ങനെയാണോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇന്ന ടോപ്പിക്ക് എപ്പോഴും വരാറുണ്ട്, അതെങ്ങനെയാണ്, അതെന്തായാലും ഒന്ന് പഠിച്ചിരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലിങ്ങനെ വരും. കുറേ പ്രാവശ്യം നമ്മൾ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ +1 ടോപ്പിക്ക് ഈ പറഞ്ഞ മാതിരി കുട്ടികളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. +1 എല്ലാം പലരുടെ അവസ്ഥ എന്ന് വെച്ചാൽ +1 പഠിച്ചു കഴിഞ്ഞു, എക്സാം എഴുതി കഴിഞ്ഞു, പിന്നെ ഞാൻ +2 വന്നു, അതെല്ലാം സ്വാഹ. അപ്പോൾ അങ്ങനെ വരരുത്, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് പിന്നെ ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ ആ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് പോവുക, എന്നിട്ട് നോക്കുക, മനസ്സിലാക്കുക, ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, സോ ഇത് ഞാനൊരു ബ്രോഡായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഈ പൊമോഡോറോ ടെക്നിക്ക് വളരെ എഫക്റ്റീവാണ്, കാരണം നമുക്ക് കുഞ്ഞായിട്ട് ടൈമിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് അങ്ങ് പഠിക്കാം. പിന്നെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടിയാലും നിങ്ങളുടെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കാണണം, മൊബൈലിൽ കാണണം, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാൻ പറ്റണം. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ B.Pharm വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. B.Pharm വരുന്ന ക്വസ്റ്റ്യൻസ് ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം. സോ ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് വൺ. അത് നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കുക. ഓരോരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും B.Pharm ചെയ്തിട്ട് നേരെ കീമിലേക്ക് പോവുക. കീം ടു ഞാൻ പറയുന്നതാണെങ്കിൽ ക്യുസാറ്റിലേക്ക് പോവുക. ക്യുസാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില ചാപ്റ്റേഴ്സിനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ VAT അതൊക്കെ ഓൾമോസ്റ്റ് കുഴപ്പമില്ല. B.Pharm വന്നിട്ട് B.Pharm ആണ് നമ്മുടെ ഇതിനകത്ത് എല്ലാം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ നിങ്ങൾ സ്കീം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ക്യുസാറ്റിൻ്റെ ക്യാറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നീറ്റിൻ്റെ തന്നെ, നിങ്ങളിപ്പം കീം കുട്ടികളാണെങ്കിലും എന്തോ ആണെങ്കിലും നീറ്റിൻ്റെ PYQs ചെയ്യുക. ആ സെയിം ചാപ്റ്ററിൻ്റെ പറ്റാവുന്നത്ര 5-6 ക്വസ്റ്റനെങ്കിലും ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ JEE. ഇത് നിങ്ങൾ കീം കുട്ടികൾ ചെയ്യണം എന്നല്ല, പക്ഷേ ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ്. കാരണം JEEൻ്റെ പ്രീവിയസ് ഇയർ പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ കീമിൽ വരാറുണ്ട്. അതേപോലെ തന്നെ ബോർഡ് എക്സാമിൽ, ഈവൻ നീറ്റിൻ്റെ ചില ക്വസ്റ്റ്യൻസും ബോർഡ് എക്സാമിൽ അവർ എടുത്തിട്ടാണ്. കാരണം ഇവരാരും അങ്ങനെ ഇൻഡെപ്തായിട്ടൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനൊന്നും മെനക്കെടത്തൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ എണ്ണമൊക്കെ പിക്ക് ചെയ്തിട്ടാണ് ഇവർ ഇടുന്നത്. അന്നേരം നമ്മുടെ കീമിലും അങ്ങനെ തന്നെ ഈ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കുറേയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ സെയിം മോഡലിൽ, സെയിം ക്വസ്റ്റ്യൻ നമ്പർ, സെയിം ചാപ്റ്ററിൽ ഇത്രയും ഒക്കെ ആർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും മാതിരിയാണ് അവർ ചെയ്യുന്നത്. പിന്നെ കീമിലെ ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ 5 ഓപ്ഷൻ, എങ്ങനെയും 3 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 2 എണ്ണത്തിലോ ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസി. ബട്ട് കീം മാത്രം എഴുതുന്ന കുട്ടികൾ അത് ഈസിയാണെന്ന് വിചാരിക്കരുത്. ഫോർ ദം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, സോ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത് ഞാൻ പഠിക്കുന്ന കാര്യമാണ്, പോമോഡോറോയുടെ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്ന ഒരു 1 hour എന്തായാലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടി എല്ലാ ദിവസവും മാറ്റി വെച്ചേ പറ്റും.
പിന്നെ ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് എത്ര ടൈം കിട്ടുന്നു, ഹൗ മച്ച്. ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും ഫുൾ ടൈം ഇതുപോലെ തന്നെ 8 hours അല്ലെങ്കിൽ 6 hours ഒന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഒന്നും പഠിക്കാതെ നമുക്കൊന്നും കിട്ടത്തില്ല. സോ ഇറ്റ്സ് യുവർ എഫേർട്ട് മാറ്റേഴ്സ് അല്ലേ. എന്തുമാത്രം നമ്മളൊരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ടൈം, ഈവൻ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലേ, നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ, നിങ്ങളത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എന്തുമാത്രം പുറകെ നടന്നാലാണ് ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇഫ് യു വാണ്ട് സംതിങ് യു ഹാവ് ടു ഗിവ് എഫേർട്ട് ഫോർ ദാറ്റ് തിങ് അല്ലേ. ആ എഫേർട്ട് നമ്മൾ കൊടുക്കുക. എന്തുമാത്രം എഫേർട്ട് നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നു, നമ്മൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുമാത്രം അതിന് വേണ്ടി എഫേർട്ട് ചെയ്യണം. ആ എഫേർട്ട് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. ആസ് എൻ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, മിനിമം ഇൻപുട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. അല്ലെങ്കിൽ പിന്നെ ആർക്കും ചെയ്യാമല്ലോ. വൈ വി നീഡ് ആൻ എഞ്ചിനീയർ ഇൻ ദി സൊസൈറ്റി അല്ലേ. എന്ത് സാധനവും കുറേ കൂടെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ ഒരു സാധനം, ടയർ എന്തിനാണ് കണ്ടുപിടിച്ചത്, ഇറ്റ്സ് ഡിഫിക്കൽട്ട് അല്ലേ. ഒരു മനുഷ്യനെ കൊണ്ട് വലിച്ചുകൊണ്ട് പോകാൻ എന്തുമാത്രം മാൻ പവർ വേണം. ബട്ട് വെൻ വി ഇൻവെൻറ്റഡ് ദാറ്റ് ടയർ, ഈവൻ ടയർ നമ്മൾ വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നു. ബട്ട് ബാഗൊക്കെ പണ്ട് നമ്മൾ വലിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോയല്ലേ. അപ്പോൾ ആദ്യമേ മനസ്സിലുണ്ടായ ഒരു ഐഡിയ ആണ്, ആ ടയർ, ആ കുഞ്ഞ് 4 വീല് ഈ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി പുൾ ദാറ്റ് തിങ്. സോ അങ്ങനെ നമ്മളുടെ എഫേർട്ട് കുറച്ച് ഏതൊക്കെ രീതിയിൽ നടത്താൻ പറ്റും, ദാറ്റ് ഈസ് ദ എൻജിനീയറിംഗ് ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ബ്രെയിൻ വരണം. അത് നമ്മൾ പഠിക്കുന്നതിലും കാണിക്കണം അല്ലേ. എത്രമാത്രം എഫക്റ്റീവായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും, കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അവനവനെ അറിയത്തുള്ളൂ. അവനവൻ്റെ കാര്യം അവനവനെ അറിയത്തുള്ളൂ. ബേസിക് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ നമ്മളുടെ ഈ മാക്സിമം ഫസ്റ്റായിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് കെയർ ചെയ്യുക. ഈ പറഞ്ഞ ഒരു ഭയങ്കരമായി ഉറക്കം വരുന്ന കാര്യങ്ങൾ, ഫുഡൊക്കെ പഠിക്കുന്നതിന് തൊട്ട് മുന്നേ കഴിക്കാതിരിക്കുക. ലൈറ്റ് ഫുഡ്, ഫ്രൂട്ട്സ്, ജ്യൂസസ്, ധാരാളം ഒരു മധുരം അധികം ഇല്ലാത്ത ജ്യൂസസ്, മധുരം അധികം അഡീഷണലി ആഡ് ചെയ്യാത്ത ജ്യൂസസ്, വെള്ളം ഒക്കെ, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. ബൈ.